ലൈംഗിക അതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിനായി സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കൊച്ചി തീരദേശ IG ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. IG പൂങ്കുഴലിയുടെ മുന്നിലാണ് ഹാജരായത്. ഈ കേസിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ അവരെ വിളിച്ചിരിക്കുന്നു, കണ്ടിട്ട് അല്ല, എന്നാലും യാഥാർത്ഥ്യം എന്തെങ്കിലും ഞാൻ അവരോട് പറയാം. താങ്കൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? കാരണം 2 കേസുകളാണ് താങ്കളുടെ കയ്യിലുള്ളത്. താങ്കൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? കാരണം 2 കേസുകളാണ് താങ്കളുടെ കയ്യിലുള്ളത്. ബിജു പങ്കജ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ബിജു, എപ്പോഴാണ് സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരായത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ? മാധു, ഏതാണ്ട് 11:10 കൂടിയാണ് സംവിധായകൻ രഞ്ജിത്ത് ഈ കേസുകൾ, ഈ പീഡന കേസുകൾ അന്വേഷിക്കുന്ന DIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മുന്നിൽ ഹാജരായത്. കൊച്ചിയിലെ തീരദേശ IG ഓഫീസിലാണ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് അരമണിക്കൂറായി രഞ്ജിത്തിനെ IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ അന്വേഷണ സംഘത്തിലെ മറ്റ് DYSPമാരടക്കമുള്ളവർ ഇപ്പം IG-യുടെ ഓഫീസിലുണ്ട്. 11:10 അദ്ദേഹം എത്തിയത്. ഏതാണ്ട് ഒരു മാസമായി രഞ്ജിത്ത് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്നിട്ട് ഈ ബംഗാളി നടിയുടെ പ്രതികരണം, അതായത് കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ചിട്ട് പലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് വേണ്ടി അവരെ വിളിച്ചു വരുത്തി അതിനുശേഷം ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് അവരുടെ പരാതി. ആ പരാതിക്ക് ശേഷം രഞ്ജിത്തിൻ്റെതായി പുറത്തു വന്നത് ഒരു ഓഡിയോ സന്ദേശം മാത്രമായിരുന്നു. കാരണം താൻ നിരപരാധിയാണ്, താൻ കുറ്റക്കാരനല്ല, അങ്ങനെ അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി അവരോട് പെരുമാറിയിട്ടില്ല എന്ന തരത്തിലാണ് രഞ്ജിത്തിൻ്റെ പ്രതികരണം ഒരു ഓഡിയോ സന്ദേശമായി വന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് മാറി നിൽക്കുകയായിരുന്നു, മാധ്യമങ്ങളിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച രഞ്ജിത്തിൻ്റെ ഹർജിയിൽ രഞ്ജിത്തിന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണുള്ളത്, അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള വകുപ്പുകളാണുള്ളതെന്ന് അന്വേഷണ സംഘവും പോലീസും പ്രോസിക്യൂഷനും ഒക്കെ ഹൈക്കോടതി അറിയിച്ചു. അതിനെ തുടർന്ന് കേസിൽ മൊഴി നൽകാൻ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഹാജരായിരിക്കുന്നു. തീരദേശ IG ഓഫീസിലാണ് സംവിധായകൻ രഞ്ജിത്ത് ഹാജരായത്. ഏതാണ്ട് 11 മണിയോടടുത്ത സമയത്താണ് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായത്.